ഡിവോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കണ എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്തിനമ്മ ഏത് നേരം ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുന്നത്? എന്താ വെച്ചാ പ്രശ്നം? അല്ല മോളെ, നീ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ ഏതവസ്ഥയിലച്ചാ? ആ ഒരു ജീവിതത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോഴാണ് എനിക്കിപ്പോൾ ഇത്തിരി മനസ്സമാധാനം കിട്ടിയത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഏത് നേരം ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് പിന്നെ എങ്ങനെ ഉണ്ടാവും? നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഓരോന്ന് ചോദിക്കാണ്. അവരുടെ അടുത്ത് ഞാൻ എന്താ പറയുക? അച്ഛനെ പണിക്ക് പോകാനും പറ്റണില്ല, അവിടെയുള്ളവരും ചോദിക്കാൻ തുടങ്ങി. നാട്ടുകാരും കുടുംബക്കാരൊക്കെ എന്തോ പറയട്ടെ, അല്ലെങ്കിലും അവരെ കണ്ടിട്ടൊന്നുമല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിനെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് എന്താ പ്രശ്നം മോളെ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാ, നാട്ടുകാരനെയും കുടുംബക്കാരനെയൊക്കെ നോക്കിയാലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ? എന്നാലും ഒരെന്നാലും ഇല്ല അച്ഛാ. ഞാൻ ഇപ്പോഴാണ് കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കണത്. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് എന്തോ പോലെ. എന്തായാലും പഴയതൊക്കെ മറന്നിട്ടേ പുതിയൊരു ജീവിതം തുടങ്ങണം. എനിക്ക് ജോലിക്ക് പോകണം, ആ നിർത്തിവെച്ച കോഴ്സും കംപ്ലീറ്റ് ചെയ്യണം. അത് മാത്രം എൻ്റെ ലക്ഷ്യം. അയ്യോ, ചേച്ചിയെ വിളിക്കണത്, ഞാൻ അവളോട് എന്താ പറയുക? അമ്മ ആ ഫോൺ ഇങ്ങോട്ട് തന്നേ, ഞാൻ സംസാരിക്കാം. താമ്മ. ഹലോ, എന്താ വല്യമ്മ? അമ്മ പുറത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? ഡിവോഴ്സോ? അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. നഷ്ടപരിഹാരമോ? കുഞ്ഞിനെ നോക്കാനോ? അവൻ്റെ ഒരു പൈസ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. കൊടുത്ത സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി വലിയമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? ഇതും പറഞ്ഞു വെറുതെ അമ്മൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ നിൽക്കണ്ട. ശരി. എന്തിനാടി മോളെ നീ അവളുടെ അടുത്ത് അങ്ങനെയൊക്കെ പറയാൻ പോയത്? പിന്നെ എങ്ങനെ പറയണമ്മ? ഓരോന്ന് അറിഞ്ഞിട്ട് കുത്തി ചോദിക്കാൻ വേണ്ടി വിളിക്കുക. ഇനിയിപ്പോൾ ഇത് അറിഞ്ഞിട്ട് വേണം എല്ലാ കുടുംബക്കാരെയും വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. നമ്മളെന്തിനാ അതിനൊക്കെ മറുപടി പറയാൻ നിൽക്കുന്നത്? കറക്റ്റ് 2 വാക്ക് പറഞ്ഞാലേ പിന്നെ വിളിക്കാൻ നിൽക്കില്ല. എന്നാലും എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു മോളെ. ഇപ്പം ഞാൻ ആ വീട്ടിലെല്ലാം സഹിച്ച് അവിടെ നിന്നിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ വിളിച്ച വലിയമ്മടക്കം നിങ്ങളടക്കം എല്ലാവരും എന്ത് പറഞ്ഞിട്ടുണ്ടാകും? പാവം ആ കുട്ടിക്ക് എത്രയും സഹിക്കാൻ പറ്റില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വന്ന് നിന്നൂടെ, അച്ഛനും അമ്മയും ഇല്ലേന്നൊക്കെ. ഇപ്പോൾ ഞാൻ ആ ഒരു തീരുമാനം എടുത്ത് വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എന്നെ എന്തൊക്കെയാണ് പറയുന്നത്? അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാലേ പിന്നെ അഹങ്കാരികളായിട്ട് എല്ലാവരും ഞങ്ങളെ കാണുള്ളൂ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ലമ്മ. എനിക്ക് മുന്നോട്ട് ജീവിക്കണം, എൻ്റെ കുഞ്ഞിനെ നന്നായി പഠിപ്പിക്കണം, അത് മാത്രമേ ഉള്ളൂ. അല്ല, ഇനി എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? ഒരു ജോലി നോക്കണമ്മ. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യണം. സർട്ടിഫിക്കറ്റൊക്കെ അവിടെയുള്ളത്. നാളെ എടുക്കാൻ പോകണം അങ്ങോട്ട്. അയ്യോ, നീ ഒറ്റയ്ക്കൊന്നും പോണ്ട മോളെ, അച്ഛനും കൂടി വരും. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലം അവിടെ എല്ലാം സഹിച്ച ഒറ്റയ്ക്കല്ലമ്മ ഞാൻ അവിടെ നിന്നത്. ഇനിയിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഒറ്റയ്ക്ക് പോയി കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. സമയത്ത് മോളെ, നീ എന്താ? അതമ്മേ, എൻ്റെ +2 സർട്ടിഫിക്കറ്റും ID കാർഡൊക്കെ എവിടെയുള്ളത്, അതെടുക്കാൻ വേണ്ടി വന്നതാ. അമ്മയ്ക്ക് സുഖമല്ലേ? കുഴപ്പമില്ല മോളെ, അങ്ങനെ പോണു. അല്ല, കുഞ്ഞുസവിടെ? അവനും കൂടി കൂട്ടായിരുന്നില്ലേ? സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നതല്ലേ? ഞാൻ എടുത്തിട്ട് വേഗം പോവും. പിന്നെ കുഞ്ഞൂസിനെ അവിടെ അടുത്തൊരു സ്കൂളിൽ LKG ചേർത്തിട്ടുണ്ട്. അവൻ രാവിലെ 10 മണിക്ക് പോയി കഴിഞ്ഞാൽ ഇനി 3 മണിക്ക് വരുള്ളൂ. സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? ഇടയ്ക്ക് അച്ഛമ്മനെ ചോദിക്കാറുണ്ടോ അവൻ? ഇവിടുന്ന് പോയ സമയത്തൊക്കെ ആദ്യം ചോദിക്കുകയായിരുന്നു, അച്ഛമ്മനെ കാണാൻ തോന്നുന്നു, അച്ഛൻ എപ്പോഴാണ് വരിക, ഇങ്ങോട്ട് തിരിച്ച് വരുന്നില്ലേ എന്നൊക്കെ. അതിനൊക്കെ ഞാൻ എന്താ അവനോട് ഉത്തരം പറയാ? കുറേ മിണ്ടാതിരുന്നു. ഇപ്പം അവനെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇപ്പം അങ്ങനെ എന്നോടൊന്നും ചോദിക്കാറില്ല. മോള് കയറി വാ. ഇല്ല, ഞാൻ അകത്ത് കയറുന്നില്ല. ആ ഷെൽഫിൽ എവിടെയെങ്കിലും ഉണ്ടാവും റൂമിൽ. അമ്മ ഒന്ന് എടുത്ത് തന്നാൽ മതി. ഇവിടെ ആരുമില്ല മോളെ, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അവനെവിടെ ഉണ്ടാവും പറഞ്ഞിട്ടല്ലേ നീ കയറാണ്ട് അവിടെ തന്നെ നിൽക്കണത്? അതുകൊണ്ടല്ല ഞാൻ കയറുന്നില്ല. അമ്മ എടുത്ത് തന്നാൽ മതി. ID കാർഡും സർട്ടിഫിക്കറ്റൊക്കെ അല്ലേ, അതൊന്നും എനിക്ക് നോക്കിയൊന്നും കിട്ടില്ല. നീ വേണമെങ്കിൽ പോയി എടുക്ക്, വാ.
മോള് കയറി എടുത്തോട്ടോ, ഞാൻ അടുക്കളയിലുണ്ടാവും. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ നനഞ്ഞ ടവലിങ്ങനെ ബെഡിലിടണ്ടെന്ന് പറഞ്ഞ് ഈട്ട എന്തേ കേൾക്കാത്തത്? എല്ലാം ഞാൻ അങ്ങനെ പുറകെ നടന്നാൽ ഓരോന്നും ചെയ്യണം. ഓ, ചാർജർ അവിടെ വേണ്ട, പിന്നെ പോകാൻ നേരം നടക്കും. ഈ വാച്ചൊക്കെ വന്ന സമയം തന്നെ അവിടെ അഴിച്ചു വെച്ചുകൂടായിരുന്നോ? എന്നാൽ പിന്നെ ഇത്ര. മോളെ, അമ്മ, ഞാൻ പഴയൊരു ഓർമ്മയിൽ ഏട്ടൻ്റെ സ്വഭാവത്തിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല അല്ലേ? നനഞ്ഞ തോർത്തെടുത്ത് ബെഡിൽ വിരിച്ചിരിക്കണു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ, നിനക്ക് അവനെ അത്ര ഇഷ്ടമായിരുന്നില്ലേ? പഴയ റൂമിലൊക്കെ കയറിയപ്പോൾ ആ ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? സാരമില്ല, എൻ്റെ അവസ്ഥ കൊണ്ടല്ലേ ഇപ്പം നീ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മ, അതുകൊണ്ടാണ് അത്രയും കാലം സഹിച്ചു നിന്നത്. കുഞ്ഞായ ശേഷമെങ്കിലും സ്വഭാവത്തിന് മാറ്റം വരും വിചാരിച്ചു. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും അവസാനം ഏട്ടൻ മാറില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ. അവൻ്റെ സ്വഭാവമൊന്നും അത്ര പെട്ടെന്ന് മാറില്ല മോളെ. ദേഷ്യവും വാശിയും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവമാണ്. പണ്ടൊക്കെ ഞാനിതൊക്കെ സഹിച്ചിട്ട് കുറേ നിന്നതാ. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അതിനൊന്നും പറ്റില്ലല്ലോ. അവൻ്റെ കല്യാണം കഴിഞ്ഞാണെങ്കിലും ഈ ഒരു സ്വഭാവത്തിലൊക്കെ മാറ്റം വരും പറഞ്ഞിട്ടാ അത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. പക്ഷെ നിൻ്റെ ജീവിതം കൂടി ഇങ്ങനെ പോന്ന് അമ്മ ഒരിക്കലും വിചാരിച്ചില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അമ്മേ. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനൊക്കെ വിചാരിച്ചതാ. പക്ഷെ താഴ്ന്നു കൊടുക്കും തോറും ഒരുപാട് ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കും മോളെ. സ്വന്തം മക്കൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും നമ്മൾ അമ്മമാർ അവനെ ന്യായീകരിച്ചല്ലേ സംസാരിക്കുള്ളൂ. അവൻ ഓരോന്നും ചെയ്യുമ്പോഴും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതും ചീത്ത പറഞ്ഞതൊക്കെ. എന്നല്ലെങ്കിൽ നാളെ അവൻ്റെ സ്വഭാവം മാറുന്ന പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും അവൻ വഷളാക്കുക ചെയ്തത്. ഇനിയിപ്പോൾ പഴയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മൻ്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിലും ഈ വന്നു കയറിയ പെൺകുട്ടികളെ ആരും സപ്പോർട്ട് ചെയ്യൊന്നുമില്ലല്ലോ. സ്വന്തം മക്കൾ എത്ര തെറ്റ് ചെയ്താലും അമ്മമാർ അവരുടെ ഭാഗത്തല്ലേ നിൽക്കുള്ളൂ. അതേ അമ്മയും ചെയ്തുള്ളൂ. പിന്നെ അച്ഛനും അമ്മയും എന്ത് പറയണം മോളെ? അവർക്കൊക്കെ നല്ല വിഷമമായിട്ടുണ്ടാവില്ലേ? എനിക്കെത്ര വിഷമമുണ്ടെങ്കിലും അത് അവൻ്റെ മുന്നിൽ കാണിക്കാണ്ട് അവനെ മാക്സിമം ഹാപ്പി ആക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് മോളും കുഞ്ഞും വീട്ടിൽ വന്നിരിക്കുകയെന്ന് പറഞ്ഞാലേ അത് ഏതൊരു അച്ഛനമ്മയ്ക്കും താങ്ങാൻ പറ്റില്ല. അവൻ്റെ ആ ഒരു വിഷമം മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പഠിക്കാനും എന്തെങ്കിലും ജോലി നോക്കാനൊക്കെ വിചാരിക്കുന്നതേ. പിന്നെ സ്വന്തമായിട്ടൊരു ജോലിയുള്ളത് നല്ല തന്നെയാണല്ലോ. എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം. എന്തായാലും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. നിങ്ങളോട് ചെയ്ത തെറ്റിന് ഞങ്ങൾ എത്ര മാപ്പ് പറഞ്ഞാലും ഒന്നും തീരില്ല എന്നറിയാം. എന്നാലും മോളൊന്നും മനസ്സിൽ വെക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ അമ്മ, പഴയതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിലിപ്പോഴൊരു പേടിയാണ്. അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ പിന്നെ പടി ഞാൻ ചവിട്ടിലായിരുന്നു. മോളെ, നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഇവിടുന്ന് പോയതിന് ശേഷം ഇതൊരു വീടേ അല്ല, ഒന്നിനൊരു അടുക്കും ചിട്ടയില്ല, എല്ലാം തോന്നിയ പോലെയാണ്. അവനും നല്ല വിഷമമുണ്ട്. നീ പോയിൻ്റെ ദേഷ്യ ഭാഷയൊക്കെ ഇടയ്ക്ക് എന്നെ കാണിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പം പഴയ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇത്രയും ദൂരം വന്നിട്ട് മോളൊന്നും കഴിക്കാണ്ട്. അമ്മ ഭക്ഷണം എടുക്കട്ടെ? വേണ്ട, ഞാൻ വരുമ്പോൾ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇനിയിപ്പം വീടെത്തിയിട്ട് കഴിക്കാം. മോൾക്ക് ഇഷ്ടപ്പെട്ട കറിയാണ് അമ്മ ഉണ്ടാക്കിയിരിക്കണത്. അതുണ്ടാക്കുമ്പോഴൊക്കെ നിന്നെ ആലോചിച്ചതാ. പക്ഷെ നീ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ.
മോളെ ഇനി എന്താ മുന്നോട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തന്നെയാ? കല്യാണം പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ പ്രതീക്ഷകളായിരിക്കുമല്ലോ. ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഭർത്താവിൻ്റെ കൂടെ സന്തോഷമായിട്ട് ഈ വീട്ടിലെ ചിട്ടകളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അതൊന്നും എൻ്റെ മനസ്സൊന്നും ഇപ്പോഴും പോകുന്നില്ല. എന്തായാലും പുതിയൊരു ജീവിതം വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ മുന്നോട്ട് പോവുക അത്ര തന്നെ. പിന്നെ പെൺകുട്ടിയൊന്നുമില്ലല്ലോ, ഒരു ആൺകുട്ടിയല്ലേ കയ്യിലുള്ളത്, അതുകൊണ്ട് പകുതി സമാധാനം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുമോ അമ്മനെ കാണാനായിട്ട്? ഇല്ല അമ്മ, ഈ വീടിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ തൊട്ട് ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോഴും എനിക്ക് ഓരോരോ ഓർമ്മകളാണ്. അടുക്കളയിലും റൂമിലും എന്തിന് ഞാൻ ആ വാഷ്റൂമിലിരുന്നടക്കം കുറേ നേരം കരഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ മോളറിയിക്കോ, ഒരുപാട് ദൂരം പോകാനുള്ളതല്ലേ, വൈകിക്കണ്ട. പിന്നെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചാൽ മതി. കുഞ്ഞൂസിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കേൾക്കാമല്ലോ. ശരി. സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നാണോ? അതെ. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് തൻ്റെ വില മനസ്സിലായിട്ടില്ലായിരുന്നു. എപ്പോൾ നോക്കിയാലും അടിച്ചിട്ടും ദ്രോഹിച്ചിട്ടും ഉറപ്പിച്ചിട്ടൊക്കെ അല്ലേ ഉള്ളൂ. ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അടിമയാണെന്നുള്ള അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അങ്ങനെ പെരുമാറരുത്. നീ പോയപ്പം മനസ്സിലാകുന്നുണ്ട്, ഞാൻ കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ നിൻ്റെയൊക്കെ ജീവിതം എത്ര സോറി പറഞ്ഞാലും മതിയാവില്ല എന്നറിയാം. സോറി. ശരി. മോനെ, എനിക്ക് അവളൊന്ന് തിരിച്ചു വിളിച്ചു വിടടാ. പാവം കുട്ടി, നല്ല സങ്കടമുണ്ട്. ചിലപ്പോൾ വിളിച്ച അവൾ വരുമായിരിക്കും. എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ അവളെ വിളിക്കേണ്ടത്? അത്രയും ദ്രോഹിച്ചിട്ടില്ലേ? ആ കുഞ്ഞുള്ളത് കൊണ്ട് മാത്രം അവൾ ഇത്രയും പിടിച്ചെന്നത്. അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ടമ്മ. കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ. ഇപ്പം എല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അവളെ അത്രയും കരഞ്ഞു പറഞ്ഞതാ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അന്നേ എനിക്ക് മാറാൻ കഴിയില്ല. പിന്നെ ഞാനിപ്പോൾ വിളിച്ചാൽ അവൾ എന്ത് വിശ്വസിച്ചിട്ടാണ് എൻ്റെ കൂടെ വരിക? അല്ല, അവളെ വിളിക്കാനുള്ള എന്ത് യോഗ്യത എനിക്കുള്ളത്? സഹിക്കുന്നതാണ് സ്ത്രീധർമ്മം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച കാലമൊക്കെ കഴിഞ്ഞു. വിവാഹമോചനം എന്നത് ഒരു പരാജയമല്ല, അതൊരു പുതിയ തുടക്കമാണ്. സ്വന്തം കാലിൽ നിൽക്കാനും പഠിക്കാനും ജോലിയെടുത്ത് ഉയരങ്ങളിലേക്ക് പറക്കാനും നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മളെ വേദനിപ്പിച്ചവർക്ക് മുന്നിൽ തളർന്നു പോകുന്നതല്ല, മറിച്ച് സ്വയം കരുത്താർജിച്ച് മുന്നോട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത്. ജീവിതം അത് നമ്മുടെയാണ്, അത് മറ്റാർക്കും വേണ്ടി ബലി കൊടുക്കാനുള്ളതല്ല. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് സ്വന്തം ജീവിതം ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവിടെ നിന്നും പടിയിറങ്ങി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ് വേണ്ടത്.